ഹലോ, നമുക്ക് നല്ലൊരു കോഴി ബിരിയാണി ഉണ്ടാക്കിയാലോ? അത് വളരെ സിമ്പിൾ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചിക്കൻ പൊരിക്കാൻ വേണ്ടി മസാല കൂട്ടി വെക്കാം ഫസ്റ്റ്. അത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ, പിന്നെ കുറച്ച് കളറും ചേർക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം, പക്ഷേ യാതൊരു നിർബന്ധമില്ല. ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി വേണ്ടവർക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 കിലോ അരിയും അതുപോലെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ആവരുത്, ടേസ്റ്റ് പോകും. പിന്നെ ആവശ്യത്തിന് ഉപ്പും നാരങ്ങാനീരും, അരമുറി നാരങ്ങാനീരും മാത്രം ചേർത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിൽ ഇതിങ്ങനെ മസാല കൊട്ടി ഒരു അരമണിക്കൂർ പറ്റില്ലെങ്കിൽ 15 മിനിറ്റ് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. 1 മണിക്കൂറൊക്കെ വെക്കാൻ സമയം ഉണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിരിക്കും. നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ഓയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഇതിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അതിൽ ബാക്കി വരുന്ന എണ്ണ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബിരിയാണി വെക്കാൻ ഉപയോഗിക്കുന്ന എണ്ണതാണ് കേട്ടോ. നമ്മൾ ഈ എണ്ണ തന്നെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചിക്കൻ പൊരിക്കുന്നതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഡാൽഡയൊക്കെ ഉപയോഗിച്ച് ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഈ ഓയിൽ തന്നെ ചെയ്യുമ്പോൾ ഈ ഓയിൽ വേസ്റ്റ് ആവുകയും ചെയ്യില്ല. ഇനി ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് ഡാൽഡയും ആർക്കേജൊക്കെ ഉപയോഗിച്ചിട്ടാണ് ബിരിയാണി വെക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ ചിക്കൻ പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയിലോ പാം ഓയിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്ന കേട്ടോ. ചിക്കൻ അവിടെ ഫ്രൈ ആവട്ടെ. നമുക്ക് ആ സമയത്ത് ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അരി ഇടാനായിട്ടുള്ളത്. അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ എന്തായാലും ഇട്ട് കൊടുക്കണം. ഉപ്പിൻ്റെ ടേസ്റ്റ് വെള്ളത്തിൽ വരണം. അതാണ് ഉപ്പിൻ്റെ പാകം എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ്, നമ്മുടെ മസാല, പട്ട, ഗ്രാമ്പൂ, അതുപോലെ ജാതിക്കയുടെ തോട്, പിന്നെ ബേ ലീഫ്, ഇനി ഒന്നുമില്ലെങ്കിൽ പട്ട എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. നമ്മൾ 1 കിലോ അരിയാണ്, അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് വേവട്ടെ. ഈ സമയത്ത് നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ആദ്യം നമ്മളിട്ട് ചിക്കൻ എടുത്തു, പിന്നെ അടുത്തത് നമ്മൾ ഇടുന്നു. അങ്ങനെ എല്ലാ ചിക്കൻ നമ്മൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അരി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തത് റെഡിയാക്കി വെക്കുക, അതുപോലെ അരിയും വേവിച്ച് വെക്കുക. പിന്നെ നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കി ബിരിയാണി റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ അരിയും വെന്തിട്ടുണ്ട് കേട്ടോ. അരി നമ്മൾ വേവ് പെട്ടെന്ന് നോക്കണം, പെട്ടെന്ന് വേവ് അധികമായി പോകും. നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഉള്ളരി പൊട്ടുകാതെ വരും, നന്നായി വെന്ത് പോകരുത്, എന്നാൽ വേവാതിരിക്കുകയും ചെയ്ത് അങ്ങനെ ഊറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ പട്ട, നമ്മൾ ബേ ലീഫ്, ജാതിക്കടത്, പിന്നെ വലിയ ജീരകം, കുരുമുളക് എല്ലാം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായി ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മൾ ബിരിയാണിയിലേക്ക് ചേർക്കുന്ന മസാലയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല മാത്രമാണിത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതി. പിന്നെ മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ചെറുതായിട്ട് വറുത്ത്, ഇതാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. ഇങ്ങനെ ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ അങ്ങനെ ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ വറുത്ത് ചൂടാക്കിയ ശേഷമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം അവിടെ വെച്ച് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് കിസ്മിസ്, കാഷ്യൂനട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അരി വേവിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ ഗരം മസാല ഉണ്ടാക്കാനുള്ള എല്ലാതും ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ജസ്റ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണിയിലേക്ക് ഇടാനുള്ളത്. അങ്ങനെ നമ്മുടെ കിസ്മിസ്, കാഷ്യൂനട്ടൊക്കെ മാറ്റി ഇനി അതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ്, അത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ അളവിന് കൃത്യം പറയുന്നില്ല. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു 4 സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ 3 എണ്ണം, ചെറുതും അഥവാ ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 4 എണ്ണം എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സവാള ഇതിലേക്കിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബിരിയാണി എടുക്കുമ്പോൾ കുറച്ചധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ക്ഷമയോടെ ഇരുന്ന് ചെയ്യുന്ന സംഭവമാണ് സവാള വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയ ശേഷം അടുത്ത് ഇടാൻ പറ്റുള്ളൂ. ഇനി സവാള വഴറ്റാനൊന്നും അധികം സമയമൊന്നുമില്ല, കുറച്ച് സമയമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ കരുതുന്നവരുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഉള്ളി നന്നായി വഴറ്റിയ ശേഷം മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തത് ചേർക്കാം. ഒരു 2 വലിയ തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് കേട്ടോ. ഇഞ്ചി അത്യാവശ്യം ഒരു വലിയ പീസ് എടുക്കരുത്, ഒരു മീഡിയം ചെറിയൊരു കഷ്ണം എടുത്താൽ മതി. ഇഞ്ചി അധികമായി ഇഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് കുത്തൽ നമ്മളെ ഇതിൽ വരും. വെളുത്തുള്ളി അത്യാവശ്യം അധികമായി കുഴപ്പമൊന്നുമില്ല, ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുക്കാം. 2 പച്ചമുളക് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി, എരിവിനനുസരിച്ചിട്ട്. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാലയാണ്. ഇങ്ങനെ വറുത്ത് ഇതിലേക്ക് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അളവ് എടുത്ത സമയത്ത് ക്യാമറ ഓഫായിപ്പോയി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മുളക് പൊടി എരിവ് കുറവായതുകൊണ്ടാണ് കേട്ടോ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 1/2 എടുത്താൽ മതി. പിന്നെ വലിയ ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഒരു ഗരം മസാല 3/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക.
ഇനി മല്ലിച്ചപ്പ് പുതിന ഒരു 2 കൈ പിടി എന്ന് പറയാം, അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അത് അങ്ങനെ ഇതെല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ 1 കപ്പ് ചേർത്താൽ മതി, പുളി ഇല്ലെങ്കിൽ ഒരു 1.5 കപ്പ് വരെ ആവാം കേട്ടോ. ഇതെല്ലാം അതുകൂടി മിക്സ് ചെയ്യുക. നമ്മൾ നോക്കുക അതിൽ പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അതുകൊണ്ടാണ് 1 കപ്പ് ചേർത്തുള്ളത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഓൾറെഡി തൈര് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവാകും. പിന്നെ 1 നാരങ്ങ മുഴുവനായിട്ട് അതിൽ നീരെടുത്തിട്ടുണ്ട്, അതാണ് ചേർത്തിട്ടുള്ളത്. നാരങ്ങ നമ്മൾ ചേർക്കുന്നുണ്ട്, അപ്പോൾ പുളിയൊക്കെ നോക്കിയിട്ട് ചേർക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്, നാരങ്ങ ചേർത്തിട്ടുണ്ട്, ഉപ്പ് നോക്കിയിട്ടുണ്ട്, ഉപ്പും കുറച്ചും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാലയും ചിക്കനും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളക്കുന്നത് വരെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റോ അധികം സമയം വേണ്ട കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി എല്ലാതും ഒന്ന് യോജിപ്പിക്കുക. ഒരുപാട് മസാല ഒന്നും വേണ്ട, കുറച്ച് മസാലയേ ഉള്ളൂ, കുറച്ച് മസാല ഉണ്ടാവുള്ളൂ, ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഞാനിത് ലെയറായിട്ട് ഇടുന്നത്. ഇനി അങ്ങനെ വേണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ മുകളിലേക്ക് നേരിട്ട് എല്ലാ അരി ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനത് ലെയറായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ, പിന്നെ കുറച്ച് അരി, പിന്നെ വീണ്ടും ചിക്കൻ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ അടിയിൽ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, ഒരുപാട് ബിരിയാണി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ നല്ലത്, കാരണം ലെയർ ആകുമ്പോൾ മസാലയും ചോറൊക്കെ കിട്ടും. ഇത് നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ, ഇത് പിന്നെ താഴെ ചിക്കനൊക്കെ ഇട്ടിട്ട് മുകളിൽ അരി ഫുള്ളായി ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അരിയെല്ലാം ഇട്ട് പകുതി ഇട്ടിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗരം മസാല കുറേ ഉണ്ടെന്ന് എഴുതിയിട്ട് അധികം ഇട്ട് കൊടുക്കരുത്, ടേസ്റ്റ് ബിരിയാണി ഫുള്ള് ഗരം മസാലയുടെ ടേസ്റ്റായി മാറും, ഇപ്പോൾ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഒന്നിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനില്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ചിക്കനും മസാല ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി അടുത്തത് നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ചോറ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം മറന്നുപോയി, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ അരി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാതും ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ഇത് ഗരം മസാലയാണ് ഫസ്റ്റ് ഇട്ടുള്ളത്. ഇതൊരു 3/4 ടേബിൾ സ്പൂൺ, കുറച്ചിട്ടാൽ മതി, ഒരുപാടിട്ടാൽ ബിരിയാണി ടേസ്റ്റിലതാവും കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, ഈ 3 പൊടികളാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ RKG നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് അധികം ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ കുറച്ച് മല്ലിയില പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട്. വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ ഇട്ടത് കൊണ്ട് പിന്നെ നമ്മൾ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് കിസ്മിസ് ഉണ്ട്, നേരത്തെ നമ്മൾ വറുത്ത് വെച്ചതാണിത്. കാഷ്യൂനട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്നു, പക്ഷേ അത് അവസാനം കാണാനില്ല, കുട്ടി വന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ട്, അപ്പം എന്ത് ചെയ്യുക, അവിടെ ചെറിയ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വല്ലാതെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി, ആ നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ട് ആ അരിയിലൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമ്മൾ ഇത് സെർവ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനും അരിയൊക്കെ ലെയറാക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, അത് ഓഫ് ആക്കിയിട്ടില്ല, നമ്മൾ ഇങ്ങനെ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ട്, നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. ഇത് നമ്മൾ കാട ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കാട ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വെച്ചതേ ഉള്ളൂ. നമ്മൾ ബിരിയാണി സൂപ്പർ ബിരിയാണിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ഒപ്പം കൂടാനും മറക്കരുത്. എൻ്റെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ. അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ ബിരിയാണി പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.